വിശ്വപൗരനായി അറിയപ്പെടുന്ന ശശി തരൂർ തുടർച്ചയായി തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വിജയിക്കുകയാണ്. അദ്ദേഹം പണ്ട് വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു. എല്ലാ രാജ്യങ്ങളുമായും വലിയ ബന്ധമുള്ളൊരു അങ്ങനെ ഒരു മികച്ച ഒരു നേതാവ് കൂടെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള വില വെറും ഒരു പേപ്പർ കടലാസിൻ്റെ മാത്രമാണ്. ആ രീതിയിലേക്ക് ചുരുങ്ങിയിട്ടും എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിൽ ഈ ശശി തരൂർ പിടിച്ചു നിൽക്കുന്നത്? തീർച്ചയായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു രാജ്യതന്ത്രജ്ഞനാണ് അദ്ദേഹം. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ ഓരോ പൾസും അദ്ദേഹത്തിന് അറിയാവുന്നതാണ്, അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അല്ലാതെ ഈ രാഷ്ട്രീയം കളിക്കുകയല്ല അദ്ദേഹം ചെയ്തത്. ഈ ഒരു സന്ദർഭത്തിൽ, സന്ദിഗ്ധമായിട്ടുള്ളൊരു സന്ദർഭത്തിൽ ശരിയായിട്ടുള്ള സത്യങ്ങൾ പഠിച്ചു പറഞ്ഞ ആളാണ്. കാരണം അന്താരാഷ്ട്ര ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ട്. എന്താണ് നടക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അറിയാം. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഉയർത്തിയ വെല്ലുവിളികൾ, ചൈന ഉയർത്തിയ വെല്ലുവിളികളെ, അതുപോലെ തന്നെ തുർക്കിയെ ഉയർത്തിയ വെല്ലുവിളികളെ എങ്ങനെ ഇന്ത്യ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് നേരിട്ടു എന്നുള്ളതിൻ്റെ ഒരു പഠനമാണ് അദ്ദേഹം നടത്തിയത്. അതിൽ ഇന്ത്യയുടെ സൈന്യം, ഇന്ത്യയുടെ കര, നാവിക, സമുദ്ര സേനകൾ, കര, അതുപോലെ തന്നെ വ്യോമ, നാവിക സേനകൾ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു അറ്റാക്ക്, തിരിച്ചടി നൽകുക. ഒരൊറ്റ ജീവൻ പോലും പാകിസ്ഥാനിലെ സിവിലിയന്മാരുടെ ഒരൊറ്റ ജീവൻ പോലും ഇല്ലാതാക്കാതെ കൊണ്ട് തന്നെ വിജയകരമായിട്ട് ടെററിസ്റ്റ് ക്യാമ്പുകൾ നശിപ്പിച്ചു. അതിനകത്ത് കുടുങ്ങിയ ആൾക്കാരെയും സമർത്ഥമായിട്ട് കൊല്ലുകയും ചെയ്തു. അത് പിന്നെ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭാഗത്ത് മാത്രമല്ല, പാകിസ്ഥാനുള്ളിലേക്കും പോയി. അവരുടെ ആണവ ആയുധങ്ങളുടെ കലവറയുടെ സമീപം വരെ ഒരു പരിക്കും പറ്റാതെ ഇന്ത്യയുടെ വിമാനങ്ങളിൽ നിന്ന് മിസൈലുകൾ, ഡ്രോണുകൾ പാഞ്ഞ് വേണ്ട നാശങ്ങൾ വരുത്തുകയും ചെയ്തു, ആരുടെയും കണ്ണിൽപ്പെടാതെ. അതിനാദ്യം അവർ ചെയ്തത് റഡാറുകളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ആ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ശക്തമായ ആക്രമണം നടത്തി ചൈനയുടെ പ്രതിരോധ സംവിധാനം തകർത്തു. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ വ്യോമസേനാ താവളങ്ങളും തകർത്തു. അപ്പോൾ 3 ദിവസം കൊണ്ട് കിടിലം കൊള്ളിക്കുന്ന ഒരു യുദ്ധമാണ് ഇന്ത്യ നടത്തിയത്. അത് വളരെ വിജയപ്രദമായ സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടുകൂടി കടന്നു കയറിയിട്ടില്ല. ഇന്ത്യയിൽ നിന്നാണ് ആക്രമണം. അതെ, ഇന്ത്യയിൽ നിന്ന് ചുറ്റും വളഞ്ഞിട്ടുകൊണ്ടുള്ള ആക്രമണം. ആ നവീന സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു പ്രിസൈസായിട്ടുള്ള നോൺ എസ്കലേറ്ററി ആയിട്ടുള്ള, അതായത് പടർന്നു പിടിക്കാത്ത തരത്തിലുള്ള ഒരു ആയുധ വർഷമാണ് നടത്തിയത്. അതുപോലെ ഇന്ത്യയിലേക്ക് 300 ഡ്രോണുകളോളമാണ് ഒരുമിച്ച് രാത്രിയുടെ മറവിൽ ബ്ലാക്ക് ഔട്ട് നടത്തിക്കൊണ്ട് ഇന്ത്യയിലേക്ക് അയച്ചത്. അതിനെ അതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ, 1-2 തറയിൽ വീണിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ വരുത്താതെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. ഇതൊക്കെ വളരെ വിജയകരമായിട്ട്, വളരെ കൃത്യതയോടെ എന്താണ് വരാൻ പോകുന്നതെന്നും മുന്നിൽ കണ്ടുകൊണ്ടുള്ള നല്ല രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇന്ത്യ നടത്തിയത്, പ്രതിരോധങ്ങളാണ് നടത്തിയത്. അതെല്ലാം വളരെ തെളിവുകളോടുകൂടി ഉപഗ്രഹ ചിത്രങ്ങളുടെയും എടുക്കപ്പെട്ട ചിത്രങ്ങളുടെയും സഹായത്തോടുകൂടി കൃത്യമായിട്ട് തന്നെ മരിച്ചവരുടെ കാര്യങ്ങൾ കൊണ്ടുവന്നു. മുംബൈ ഭീകരാക്രമണ സമയത്തും അതുപോലെ തന്നെ ഗാന്ധാരത്തിലേക്ക്, കണ്ടഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയ വിമാനത്തിൻ്റെയും ആസൂത്രകരെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഹഫീസ് സയ്യിദിൻ്റെ ബന്ധുക്കളെ നമുക്ക് കൊന്നു, കൊല വിളിച്ചു. അങ്ങനെ ഒരു അഭിമാന മുഹൂർത്തത്തിൽ നിൽക്കുമ്പോഴാണ് ശശി തരൂരിൻ്റെ പിന്തുണ നൽകുന്നത്. പക്ഷെ അദ്ദേഹം കുറ്റക്കാരനായി മാറുകയാണ് അവിടെ. അതെ, വളരെ സമർത്ഥമായിട്ട് ഇതിനെ അനലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു പഴുതിന് പോലും ഇട കൊടുക്കാതെ സമർത്ഥമായിട്ട് ഇന്ത്യയുടെ വീര സൈനികർ അതിനെ ഫലപ്രദമായിട്ട് നേരിട്ടത് ഇന്ത്യക്ക് രോമാഞ്ചം, ഹർഷം നൽകുന്ന നിമിഷങ്ങളാണ്. അങ്ങനെ ഫലപ്രദമായിട്ട് നേരിട്ട ഒരു രാഷ്ട്രത്തിനോട് ഒരുമിച്ച് എല്ലാവരും നിൽക്കേണ്ട സന്ദർഭത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എന്നിട്ട് ആ സമയത്ത് മോദിയെ ഒന്ന് മോശമാക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടന്ന ബംഗ്ലാദേശ് വിമോചനം, അതിനെക്കുറിച്ച് നമ്മുടെ RSSകാരുൾപ്പെടെ, മുക്തി ബാഹിനി ഉൾപ്പെടെ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം തന്നെ ഒരേ രീതിയിൽ കോൺഗ്രസിനെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അതിൽ കറുത്ത കുതിരയായിട്ട് നിന്നത് CPM ആണ്. CPMകാർ ക്രഷ് ഇന്ത്യ എന്നുള്ള വാക്ക് പിൻവലിക്കണമെന്ന് പറഞ്ഞു CPMകാർ അന്ന്. BJPക്കാരാകട്ടെ ബംഗ്ലാദേശിനെ വിമോചിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന് ആകമഴിഞ്ഞ പിന്തുണ നൽകി, RSSകാർ പിന്തുണ നൽകി, മുക്തി ബാഹിനിക്കാർ പിന്തുണ നൽകി. അവരുടെ എല്ലാം പിന്തുണയോടുകൂടി പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ മോചിപ്പിച്ചെടുത്തു. ഒരു വാക്ക് പോലും എതിർത്ത് പറയാതെ AB വാജ്പേയി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇന്ദിരാഗാന്ധിയെ
മുക്തകണ്ഠം പ്രശംസിച്ചു. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ദുർഗയാണെന്ന് പറഞ്ഞു. അതാണ് ചേതോവികാരം, അതാണ് ദേശീയ വികാരം. അങ്ങനെയാണ്, അല്ലാതെ കുറ്റപ്പെടുത്തുകയല്ല. കുറ്റപ്പെടുത്തി ഒരു വാക്ക് പോലും പറയാതെ, ഇന്നുവരെ പറയാതെയാണ്, എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും പറയാതെയാണ് BJP അതിനെ പ്രകീർത്തിച്ചത്. ഒരു വാക്ക് പോലും ആ കാര്യത്തിൽ എതിർത്ത് പറയാതെ, അതിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ. ഇന്നിപ്പോൾ നോക്കൂ, ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി അവിടുത്തെ അമ്പലങ്ങൾ, ക്രിസ്ത്യൻ പള്ളികൾ ഒക്കെ തകർത്ത് നശിപ്പിക്കുമ്പോഴും ഇന്ദിരാഗാന്ധിയെ ഒരു വാക്കും കുറ്റം പറഞ്ഞില്ല. നിങ്ങൾ മോചിപ്പിച്ചതിൻ്റെ ഫലമാണിതെന്ന് പറഞ്ഞിട്ടില്ല. അവാമി ലീഗിൻ്റെ നേതാവായിട്ടുള്ള ഷെയ്ഖ് ഹസീന, മുജിബുർ റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവിന് അഭയം കൊടുത്ത വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൂസലില്ലാതെ നിന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അവാമി ലീഗിനെ ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ട് പോലും അവരെ സുരക്ഷിതമായി ഇന്ത്യയിൽ താമസിപ്പിക്കുന്ന ഗവൺമെൻറ്റാണ് BJPയുടേത്. അപ്പോൾ അല്ല, അങ്ങനെയുള്ള ഒരു BJPക്ക് പിന്തുണ നൽകുന്നതായിരിക്കുമോ ഈ ശശി തരൂരിനെ വേട്ടയാടാനുള്ള കാരണം? ഈ ശശി തരൂർ തുടർച്ചയായി തന്നെ ഇപ്പോൾ വേട്ടയാടുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. അതെ, കോൺഗ്രസ് കൊച്ചായി പോകുന്നു. ശശി തരൂരിൻ്റെ വിശാലമായ കാഴ്ചപ്പാട്, AB വാജ്പേയിയുടെ വിശാലമായ കാഴ്ചപ്പാട്, അത് കോൺഗ്രസിനെ കൊച്ചാക്കി തീർക്കുന്നു. കിച്ചൺ ക്യാബിനറ്റിലിരുന്നുകൊണ്ട് കുറേ ആളുകൾ, ബുദ്ധിശൂന്യത വഹിച്ച കുറേ ആളുകൾ അവിടെ ഇരുന്ന് ക്യാപ്സ്യൂളുകൾ ചമയ്ക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ അമരത്തെത്താം എന്നുള്ളൊരു ഭഗ്നമോഹമാണ് അവർക്കുള്ളത്. ആ ഭഗ്നമോഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ശശി തരൂരിനെ പോലുള്ള ആൾക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. അത് കോൺഗ്രസ്സിന് വലിയ ദോഷം ചെയ്യും. അമേത്തിയിൽ എങ്ങനെ പണ്ട് തുന്നം പാടിയോ അതുപോലെ ഇനി ആവർത്തിക്കാൻ പോവുകയാണ്. ശശി തരൂർ പോലെയുള്ള ദേശീയ വികാരത്താൽ പ്രചോദിതരായ ആൾക്കാരെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന തരത്തിൽ വിമർശിക്കുക വഴി ചെയ്യുന്നത്. തീർച്ചയായിട്ടും ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നും അറിയില്ല, ഈ വിമർശനങ്ങൾ വന്നാൽ അവർ വിമർശിക്കട്ടെ, നടപടിയെടുക്കട്ടെ, ഞാൻ കൂസുന്നില്ല എന്ന് തൻ്റെ ഇടത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു. എനിക്ക് പുല്ലാണെന്നുള്ള മട്ടിലാണ് അദ്ദേഹം, അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ അദ്ദേഹം പ്രതികരിച്ചത്. അതിന് മാപ്പ് പറയാനോ ഒന്നും പോകുന്നില്ല. കാരണം ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് പറയുകയാണ് അദ്ദേഹം ചെയ്തത്. അല്ലാതെ മോദിക്കിട്ട് പണിയാനല്ല അദ്ദേഹം ശ്രമിച്ചത്. അത് പണിയാനാണ് ദർഭംഗ അവിടെ ഹോസ്റ്റലിൽ പോയിട്ട് അംബേദ്കറുടെ പടവും പൊക്കി പിടിച്ചുകൊണ്ട്, ബീഹാറിൽ പോയിട്ട് അംബേദ്കറുടെ പടവും പിടിച്ചുകൊണ്ട്, ആ അംബേദ്കർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആ ചേതോവികാരം, ഇന്ത്യ എന്ന് പറയുന്ന യൂണിയൻ ശക്തമാകണമെന്ന് പറഞ്ഞ, മുസ്ലിങ്ങൾ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണമെന്ന് പറഞ്ഞ ആളാണ് BR അംബേദ്കർ. അല്ല, അംബേദ്കർ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ പരാജയപ്പെടുത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. അതെ, അദ്ദേഹത്തെ തോൽപ്പിച്ച ആളാണ്. എന്നിട്ട് പിന്നെ അംബേദ്കറെ അത്രയും വേദനിപ്പിച്ച അവർ അംബേദ്കറുടെ പടവും പൊക്കിയെടുത്തുകൊണ്ട് നടക്കുകയാണ്, നാണമില്ലാതെ കണ്ട്, ദേശസ്നേഹമില്ലാതെ കണ്ട്. അംബേദ്കറെ വെച്ച് മുതലാക്കി വോട്ട് പിടുങ്ങാൻ വേണ്ടി നടക്കുകയാണ്. നാണമില്ലേ രാഹുൽ ഗാന്ധിക്ക്? അപ്പോൾ ഒരു കാലത്ത് ശശി തരൂരിൻ്റെ ചിത്രങ്ങളും ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന കാണാൻ കഴിയുമല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അംബേദ്കറെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയില്ല? ഇത്തരം രാഷ്ട്രശില്പിയെ എന്തുകൊണ്ട് നിങ്ങൾ, നമ്മുടെ ഭരണഘടനാ ശില്പിയെ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയാക്കിയില്ല? അവിടെ നിന്നല്ലേ നിങ്ങൾ തുടങ്ങേണ്ടിയിരുന്നത്? നിങ്ങൾ എന്ത് വൃത്തികെട്ട ജാതി രാഷ്ട്രീയമാണ്, സവർണ രാഷ്ട്രീയമാണ് നിങ്ങൾ കളിച്ചു കൊണ്ടുവന്നത്. അത് തിരുത്തിയത് BJP അല്ലേ? പണ്ടെങ്ങോ നടന്നിട്ടുള്ള ഈ മായിത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് എന്താണ് കാര്യമുള്ളത്? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പാർത്തൈഡ് അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പാർത്തൈറ്റ് എന്നൊക്കെ പറയുന്നത് അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാലഹരണപ്പെട്ടില്ലേ? എന്നാൽ ഇന്ത്യയിലെ ഏതൊരാൾക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാം, ഇന്ത്യയുടെ രാഷ്ട്രപതിയാകാം, അതുപോലെ സ്റ്റാർട്ടപ്പ് കൊണ്ട് വ്യവസായ സാമ്രാജ്യം സ്ഥാപിക്കാൻ എല്ലാം അനുവാദം കൊടുത്തിരിക്കാൻ, പുറത്തു വരാൻ അവർക്ക് പ്രചോദനം നൽകേണ്ട സന്ദർഭമാണിത്. അല്ല മോദിയെ കുറ്റപ്പെടുത്തേണ്ട സന്ദർഭമല്ല.